ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനത്തിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അലോക് പറയുകയാണ്, അനന്തനോട് പറയുന്നുണ്ട്, വലിയച്ഛ എത്രയായാലും അവരുടെ കുടുംബത്തിനോട് ആ ഉദയഭാനുവും ആൾക്കാരും ചെയ്തത് തെറ്റല്ലേ, അതുകൊണ്ട് നിങ്ങളുടെ പെങ്ങളല്ലേ അവിടെ താമസിക്കുന്നത്, ചോദിക്കണ്ടേ എന്ന് കേട്ടിട്ട് അവിടേക്ക് അച്യുതൻ വരികയാണ്. അച്യുതൻ പറയുന്നുണ്ട്, എന്താ നീ പറഞ്ഞത്? അപ്പോൾ ആ സമയത്ത് അല്ല പിന്നെ അച്ഛ എന്ന് പറയുമ്പോൾ, നീയെ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട, നിനക്കിപ്പോൾ എന്താ ദേവമംഗലത്താരോട് ഒരു പ്രേമം എന്ന് ചോദിക്കുന്നുണ്ട്. അവരെ ഇപ്പോഴും നമ്മുടെ ശത്രു തന്നെയാണ്. അവള് കേസിൽ നിന്ന് നിന്നെ ഉരിയെന്നുള്ളത് ശരി തന്നെയാണ്. അനുശ്രീയുടെ കാലിൽ നീ വീണപ്പോൾ അപ്പം ഞാനൊന്ന് തരണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ പിന്നെ നിന്നെ വിട്ട് കിട്ടിയ ഒരു സന്തോഷത്തിൽ പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചതാണ്. കൂടുതലായിട്ട് നീ അവരോട് അടുക്കാനൊന്നും നിൽക്കണ്ട, എൻ്റെ സ്വഭാവം മാറും കേട്ടോ എന്ന് പറഞ്ഞങ്ങനെ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ അനന്തം പറയുന്നുണ്ട്, അല്ല അലോകിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, അലോക് പറഞ്ഞതിലും കാര്യമില്ലേ? എന്ത് കാര്യം ഏട്ടാ എന്ന് ചോദിച്ചിട്ട് ചൂടാവാണ്. അല്ല അവൻ പറഞ്ഞത് അവർ ചെയ്തത് തെറ്റെന്നല്ലേ, അല്ലാതെ ബാലനോട് തോളിൽ കൈയിട്ട് നടക്കാനല്ലല്ലോ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. കൂടുതലൊന്നും ഏട്ടനും സംസാരിക്കേണ്ട, നീ അകത്ത് കയറി പോയടാ, ഇവിടെ മുതിർന്നവരുണ്ടടാ കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്ന് പറഞ്ഞിട്ട് അലോകിനെ അച്യുതൻ അകത്തേക്ക് പറഞ്ഞേക്കാണ്. അങ്ങനെ അലോക് അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മുടെ അനന്തനാണെങ്കിലും അനന്തനും അച്യുതനും കൂടി ഈ കാര്യം സംസാരിക്കുകയാണ്. ഏട്ടൻ എന്താ ഇപ്പം അങ്ങോട്ടൊരു ഇതുപോലെ, എനിക്കൊരു ഇതുമില്ല, നമ്മുടെ ശത്രു തന്നെയാണ് ബാലൻ, പക്ഷേ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇടപെടണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, അവരേത് ശത്രു ആണുള്ളത് അവർ നമ്മുടെ കൂട്ടായിരിക്കണം, അതാരായാലും എന്നൊക്കെ പറഞ്ഞ് അച്യുതൻ ഇങ്ങനെ ബഹളം വെക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അല്ല ഏട്ടനിപ്പോൾ അവരോടൊരു സ്നേഹമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനും ഭാര്യയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരാം എന്ന് പറയുമ്പോൾ, എന്നാൽ നീ ഇറങ്ങിപ്പോടാ അത്രയ്ക്കുണ്ടെങ്കിൽ എന്ന് അനന്തം പറയുമ്പോൾ, അല്ല ഏട്ടാ ഞാൻ അപ്പം പിന്നെ നീ മിണ്ടാതിരിക്കും, എനിക്ക് അവരോടൊരു സ്നേഹവും ഇല്ല, പക്ഷേ ഒരു കാര്യം വന്നപ്പോൾ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ, ഞാൻ നിന്നോട് ആലോചിക്കാതെ നമ്മൾ തമ്മിൽ തീരുമാനിക്കാതെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാറുണ്ടോ ഞാൻ എന്ന് ചോദിക്കുമ്പോൾ, അതില്ല, അത് മതി, അത് കേട്ടാൽ മതി എന്ന് അച്യുതനും നമ്മുടെ അനന്തനോട് പറയുന്നുണ്ട്. അതിനുശേഷം ഈ പറയുന്ന സാന്ത്വനം തന്നെയാണ്, നമ്മുടെ ഇവിടെ കാണിക്കുന്നുണ്ട്, ദേവമംഗലം കാണിക്കുകയാണ്. എല്ലാവരും നല്ല സങ്കടത്തിലും കാര്യത്തിലൊക്കെയാണ്. അപ്പോൾ ബാലൻ വന്നിട്ട് വളരെ വിഷമത്തോട് കൂടിയിട്ട് നമ്മുടെ ഇവനോട് വന്നിട്ട് മാപ്പ് പറയുകയാണ് ആനന്ദിനോട്. അപ്പോൾ ആനന്ദിന്റെ മുന്നിൽ കൈകൂപ്പി നിന്നിട്ട് അച്ഛനോട് ക്ഷമിക്കണം മോനെ എന്ന് പറയുമ്പോൾ ആനന്ദിന് അത് സഹിക്കുന്നില്ല. ആനന്ദ് പറയുന്നത്, എന്തിനാ അച്ഛൻ എന്നോട് മാപ്പ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാനല്ലേ മോൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത്, അങ്ങനെയൊന്നും ഇല്ല ചാച്ച, അച്ഛൻ എന്ത് തെറ്റാ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഞാൻ മനുഷ്യരെ വിശ്വസിച്ചു മോനെ, എല്ലാവരും നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യരാണെന്ന് വിശ്വസിച്ചു, അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും അന്വേഷിക്കാഞ്ഞത് എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ സങ്കടപ്പെടുകയാണ്. അപ്പോൾ ബാലൻ അങ്ങനെ കരയണ കാണുമ്പോൾ ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല. ബാലൻ സങ്കടപ്പെടുന്നത്, കരയുന്നത് ആർക്കും കണ്ട് സഹിക്കാനാവാതെ അങ്ങനെ അവരും എല്ലാവരും കരയുകയാണ്. അപ്പോൾ ആകാശ് വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛൻ്റെ ഭാഗത്തൊരു തെറ്റില്ല, അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ സങ്കടപ്പെടുന്നത് എന്ന് പറയുകയാണ്. അവരല്ലേ നമ്മളെ ചതിച്ചത്, ആരായാലും ആ ചതിയിൽ വീണുപോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആകാശ് ഇവനും ആര്യനും പറയുന്നുണ്ട്, അച്ഛൻ സങ്കടപ്പെടാതിരിക്കുകയെന്ന് ആര്യൻ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ കരയണ കാണുമ്പോൾ ഞങ്ങൾക്കും കൂടി വിഷമമാവാണെന്നൊക്കെ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ ഗോമതി വന്നിട്ട് ബാലനോട് പറയാണ്, ബാലേട്ട അന്നത്തെ അപ്പോഴത്തെ ആ ഒരു വിഷമത്തിന് ഞാൻ പറഞ്ഞു പോയതാണ്, ബാലേട്ടനെ കുറ്റപ്പെടുത്തിയതാണ്, എന്നോട് ക്ഷമിക്കും ബാലേട്ട എന്ന് പറഞ്ഞ് കാൽക്കൽ വീഴുകയാണ്. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, വേണ്ട ഗോമതി, നീ എന്ത് തെറ്റാ ചെയ്തത്, നീ പറഞ്ഞതെല്ലാം ശരി തന്നെയല്ലേ, മക്കളെ സ്നേഹിക്കുന്ന അമ്മമാർ അങ്ങനെ തന്നെ പറയുകയുള്ളൂ, എൻ്റെ ഭാഗത്തുമുണ്ട് മിസ്റ്റേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സങ്കടപ്പെട്ട് എല്ലാവരും അങ്ങനെ ഇരിക്കുകയാണ്. ഇനി എന്തായാലും കഴിഞ്ഞല്ലോ, എല്ലാതും കഴിഞ്ഞു, അവൾ നീ വീട്ടിൽ നിന്ന് പോയല്ലോ, നമ്മുടെ വീടൊന്ന് ശുദ്ധിയായി എന്നിങ്ങനെ പറയുമ്പോൾ ആകാശം അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മീന് പറയുന്നുണ്ട്, അതെങ്ങനെയാണ് ഏട്ടത്തി നമ്മുടെ ഈ വീട്ടിൽ ആളല്ലാതാവുന്നത്, ഏട്ടത്തി എന്നും ഏട്ടത്തി തന്നെയാണ്, ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പാടില്ലായിരുന്നു ഏട്ടത്തി എന്നിങ്ങനെ നമ്മുടെ മീന് സംസാരിക്കണ കേൾക്കുമ്പോൾ ഗോമതിക്ക് ദേഷ്യം വരികയാണ്. ഗോമതി പറയുന്നുണ്ട്, മീനു നീ എന്താ പറയുന്നത്, അവളെ എൻ്റെ സ്വന്തം മകളെ പോലെയല്ലേ ഞാനിവിടെ നോക്കിയിരുന്നത്, ഞാൻ നിങ്ങളെക്കാളും കൂടുതൽ അവളെ സ്നേഹിച്ചില്ലേ, അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കില്ല, സ്കൂളിൽ പോകുമ്പോൾ അവൾക്ക് ചോറ് പൊതിഞ്ഞു കൊടുക്കണം, അവൾ വൈകുമ്പോൾ അവളെ കാണാത്തതിലുള്ള വിഷമവും കാര്യങ്ങളും എല്ലാം ഞാൻ ചെയ്തല്ലേ, അവളെ സ്വത്തും പണവും കണ്ടിട്ടാണ് ഞാൻ അവളെ സ്നേഹിച്ചത്, പക്ഷേ അവൾ എന്നെ ചതിച്ചില്ലേടി എന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ട, അവൾ ഇനി ഇവിടെ വേണ്ട എന്നിങ്ങനെ ഗോമതി പറഞ്ഞിട്ട് സങ്കടപ്പെടുകയാണ്. അങ്ങനെ അതിനുശേഷം ഈ പറയുന്ന ദേവിയും അച്ഛനമ്മയും കൂടി റോട്ടിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. ദേവിക്കാണെങ്കിൽ ഒരു സ്ഥലകാലബോധമില്ലാതെ എന്തോ ഇങ്ങനെ ഒരു എയറിൽ നടക്കണ പോലെയാണ് നടക്കുന്നത്. നല്ല തിക്കും തിരക്കുള്ള വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ആ റോഡിലൂടെ. അപ്പം അങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്.
അച്ഛനും അമ്മയും അപ്പുറം ഇപ്പുറം നിന്നിട്ട് അവളങ്ങനെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവൾക്കൊന്ന് തലചുറ്റൽ പോലെ വരികയും അവൾ അവിടെ റോഡ് സൈഡിൽ ആ ഫുട്പാത്തിൽ അങ്ങനെ ഇരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ എന്ത് പറ്റി മോളെ? അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, ഉദയഭാനു പറയാണ്, നീ നോക്ക് മോളെ, ഞാൻ വെള്ളം മേടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ഓടിപ്പോവുകയാണ്. അപ്പോൾ ശ്രീകല അവിടെ ഇരിക്കുന്നുണ്ട് മകൾക്ക് കൂട്ടായിട്ട്. പെട്ടെന്ന് ദേവി ചെയ്ത കാര്യങ്ങളൊക്കെ, അതായത് ഗോമതി പുറത്താക്കിയതും എല്ലാം ഇങ്ങനെ ആലോചിക്കുകയാണ്. അവിടുന്ന് ചാടി എഴുന്നേറ്റിട്ട് എനിക്ക് അപ്പം തിരിച്ചു നടക്കുകയാണ്. നീ എവിടേക്കാണ് പോകുന്നത് എന്ന് നമ്മുടെ ശ്രീകല ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് വീട്ടിലോട്ട് പോകണം, എൻ്റെ നിരപരാധിത്വം ഞാൻ അവരോട് പറഞ്ഞില്ല, അവർ പറഞ്ഞതിനൊക്കെ ഞാൻ ഒക്കെ ശരി വെച്ചിട്ട് ഞാൻ പോന്നതാണ്, എനിക്ക് പറയാനുള്ളത് ഞാൻ അവരോട് പറഞ്ഞില്ല എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ദേവി എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുകയാണ് ശ്രീകല. അപ്പോഴേക്കും ഉദയഭാനു ജ്യൂസൊക്കെ ആയിട്ട് വന്ന് എന്താന്ന് ചോദിക്കുന്നുണ്ട്, ഇവൾക്കിപ്പോൾ അവിടേക്ക് പോകണമെന്ന്. അപ്പോൾ ഉദയഭാനു പറയുന്നുണ്ട്, മോളെ വേണ്ട, എത്രയും നീ അവരുടെ കാൽക്കലൊക്കെ വീണു നോക്കിയതാണ്, പക്ഷെ അവർ സമ്മതിച്ചില്ലല്ലോ. പിന്നെ ഇനി തിരിച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ബാലൻ കണ്ടില്ല എന്നെ തല്ലാൻ നിന്നത്, നീ ഇടയിൽ അറിയില്ല എന്നെങ്കിൽ അയാൾ എന്നെ തല്ലിയാനും. ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട, അവര് നമ്മളെ ചിലപ്പോൾ ജീവനോട് കത്തിക്കും, അത്രയ്ക്ക് ദേഷ്യമുണ്ട് നമ്മളോട് അവർക്ക്. അതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് പോകണ്ട മോളെ, പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എനിക്ക് പോകണം, എൻ്റെ നിരപരാധിത്വം എന്താ സംഭവിച്ചത് എന്നുള്ളത് എനിക്ക് മുഴുവനായിട്ട് അവരോട് പറയണം, എനിക്ക് പറയാൻ പറ്റിയില്ല, ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ആകെ അന്തം വിട്ടു, ആകെ അന്താളിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ നീ വന്നേ എന്ന് നീ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ് ശ്രീകല. നീ എവിടേക്കും പോകണ്ട വാ എന്ന് പറഞ്ഞ് അങ്ങനെ അവളെ വീട്ടിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഉദയഭാനുവിന് സങ്കടാവാണ് മകളുടെ ഈ അവസ്ഥ കണ്ടിട്ട്. അതിനുശേഷമാണെങ്കിൽ വീണ്ടും ഈ ദേവമംഗലത്ത് എല്ലാവരും അങ്ങനെ ഇരിക്കുകയാണ് വിഷമിച്ചിട്ട്. അപ്പോൾ ആകാശ് പോയിട്ട് എല്ലാവർക്കുമുള്ള ഫുഡ് പൊതിച്ചോറ് വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് മീനുവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, എല്ലാവർക്കും കൊടുക്കും മീനു ഭക്ഷണം എന്ന് പറയുകയാണ്. അപ്പോൾ ഓരോ പൊതി ചോറ് എടുത്തിട്ട് എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ നടക്കുകയാണ് മീനു. ആദ്യം ഗോമതിയുടെ അരികിലേക്ക്, അപ്പോൾ വേണ്ട എന്ന് പറയുന്നുണ്ട്. ബാലൻ്റെ അരികിൽ, അപ്പോഴും ബാലനും വേണ്ട എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ആര്യൻ ഒരെണ്ണം വാങ്ങിക്കുന്നുണ്ട്. നമ്മുടെ ബാക്കി എല്ലാവരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ആരും വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് ആനന്ദ് ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എന്താ എല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്? ഭക്ഷണം എന്തിനാ ഭക്ഷണം കഴിക്കാതിരിക്കേണ്ട ആവശ്യം? അവള് ഈ വീടിൻ്റെ ഒരു ഇത് തന്നെയായിരുന്നു, അത് അവൾ പോയി, നമ്മുടെ വീടിപ്പോൾ ഒന്ന് ശുദ്ധിയായി, ഇതിൻ്റെ പേരിൽ ഇപ്പം എന്തിനാ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്? അപ്പം മീനാക്ഷിയും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര നാളിതുപോലെ ഭക്ഷണം കഴിക്കാതിരിക്കും എന്നൊക്കെ മീനാക്ഷിയും ചോദിച്ചങ്ങനെ ദേഷ്യപ്പെടുകയാണ്. എന്തായാലും അതിനുശേഷം നമ്മുടെ ഗോമതി അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് താ മീനു എന്നും പറഞ്ഞ് ഭക്ഷണപ്പൊതി വാങ്ങിയിട്ട് അവളെ നമ്മൾ സ്നേഹിച്ചു, അവൾ നമ്മളെ ചതിച്ചു, അവൾ പോയി വീട്ടിൽ നിന്ന്, പിന്നെ എന്തിനാ എത്ര വിഷമം? എനിക്കൊരു വിഷമവും ഇല്ല എന്നും പറഞ്ഞ് ആ പൊതിച്ചോറെടുത്ത് ആ ടേബിളിൽ വിരിച്ചിട്ട് അവൾ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഒരു പിടി ചോറെടുത്തിട്ട് ഇങ്ങനെ തനിക്കൊരു വിഷമവും ഇല്ല എന്നും പറഞ്ഞ് വായൽ ഇങ്ങനെയൊക്കെ വെക്കാൻ നിൽക്കുമ്പോഴേക്കും അവൾക്ക് സങ്കടം കൊണ്ട് സഹിക്കാൻ പറ്റാതെ, അവൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ അവൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം മീന് വന്നിട്ട് ഗോമതിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ അവർ കരയുകയാണ്. എന്തായാലും എല്ലാവരും വളരെ സങ്കടത്തോടുകൂടി ഇരിക്കുന്ന ഒരു ഭാഗം കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.